ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഉമ്മാക്ക് സുഖമില്ലായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വല്ലാതെ അങ്ങോട്ട് വീഡിയോസ് വരാത്തത് കേട്ടോ. പിന്നെന്താ, ഇന്ന് സ്വാതന്ത്ര്യദിനല്ലേ. മക്കളൊക്കെ രാവിലെ കുളിച്ചൊരുങ്ങി നേഴ്സറിക്കും സ്കൂൾക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാം, സുഖമില്ലാത്ത അമ്മ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉമ്മാനെ കാണാനും ഇരിക്കാനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ രാത്രിയാകുമ്പോഴത്തേനും ഞാൻ ആകെ ക്ഷീണിക്കും കേട്ടോ. പിന്നെ ലേഹം സെയിലിങ് കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് നല്ലോണം അറിയാമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് വല്ലാതെ വരാത്ത കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചു തരാമെന്ന് കരുതി, കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതി. രാവിലെ എണീറ്റാലേ നിങ്ങൾക്ക് അറിയണതാണ്, നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ ആദ്യം ഒരു ചായയും എന്തെങ്കിലും ഒരു ചെറിയ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്നൂലേ. വേഗം ഇങ്ങോട്ട് പൊടി കലക്കി പറന്ന് കണ്ട് പാരൽ അത് ഇവിടെ നടക്കൂല കേട്ടോ. ഒന്നാമത് ചട്ടിക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എണ്ണിയാളെ. പിന്നെ വല്ലാതെ തീർപ്പതിയില്ല ഓൽക്ക് ആ കലക്കി പറഞ്ഞപ്പം. മലപ്പുറത്തിൻ്റെ ദേശീയ അപ്പാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വല്ലാതാണ് തീർപ്പതിയില്ല ഓൽക്ക്. ദോശ ഇഡ്ഡലിയോ അങ്ങനത്തെ ഒക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ തലേന്ന് ഇടാൻ മറക്കും. പിന്നെ എന്താണെന്നോ, രാവിലെ ഇപ്പോൾ ഷെയ്മോളും ഇതൊക്കെ രാവിലെ കടിപിടി കൂട്ടിക്കാണ്ട് ഓടും. ഓൽക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും വേണ്ടാറ്. പിന്നെ പഴം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേഗം അത് കഴിച്ച് കണ്ടൊക്കെയാണ് ഓടൽ കേട്ടോ. ഒന്നാമത് ഇപ്പം എൻ്റെ രാവിലത്തെ എണീക്കലും, ഒന്നാമത് നേരം വൈകി കിടക്കണോണ്ടാണ് ഈ കൊറിയർ എഴുത്തും ഒക്കെ. അപ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് തന്നെയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഇന്ന് ശനി ഞായർ പിന്നെ ആഗസ്റ്റ് 15 ആയതുകൊണ്ടാണ് കേട്ടോ. തിങ്കളാഴ്ചയൊക്കെ ഓരോരുത്തരത് കിട്ടിത്തുടങ്ങും. പിന്നെ 15 ദിവസമൊക്കെ ആയത് നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞിടണം കേട്ടോ. താത്ത കിട്ടിയിട്ടില്ല എന്നല്ല പറയാം. അങ്ങനെ ആകുമ്പോൾ സാധനം വരും എന്ന് ഞാൻ പറയും. അപ്പോൾ 15 ദിവസം ആയിക്കണം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം കേട്ടോ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്നോ, പോസ്റ്റിലാണെങ്കിലും കൊറിയറിലാണെങ്കിലും ഒക്കെ സാധനം മടങ്ങി പോരുമ്പോൾ അവിടുത്തെ ഇങ്ങോട്ട് പോരുമ്പോഴത്തേന് ഏകദേശം 15-20 ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേന് നിങ്ങളും മറക്കും ഞാനും മറക്കും. പിന്നെ ഇതേപോലെ ഒരു കസ്റ്റമർ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. പിന്നെന്താ, രാവിലെ അച്ചപ്പാണ് തിന്നണം കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ ഇപ്പം ഉണ്ടാകലുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ടേ ഉമ്മാക്ക് ഇപ്പം ഇങ്ങനെ കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പം ഇത്തിരി മാറ്റമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് ധൃതി കൂട്ടിക്കാണ്ട് ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, മിന്നുമാനോട് ദേഷ്യപ്പെട്ട് കുത്തിർക്കുക കേട്ടോ. ഞാൻ പൊന്നാര മക്കളെ പോയിരുന്നു കാക്കുവിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ആദ്യം പോലെ നഴ്സറിയിലാണ് ഇറക്കി കൊടുത്തിട്ട് ലിനുമോളിയും ഇച്ചുമോളിയും സ്കൂൾക്കാണ് ആക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ഇറങ്ങിയില്ലല്ലോ. നഴ്സറിൻ്റെ പടിവാതിലെത്തിയപ്പോൾ ഇങ്ങോട്ട് തന്നെ കയറി പോകുന്നു പറഞ്ഞു, നെലും വിളിയും കൂടി. അപ്പോൾ അപ്പച്ചി ദേഷ്യം വരും കേട്ടോ. രാവിലെ എണീറ്റ് നമ്മൾ ഇവരെ കുളിപ്പിച്ച് മാറ്റി എല്ലാം റെഡിയാക്കി 4 മക്കളെ ഒരുപോലെ മാറ്റണ്ടേ. ഇതൊക്കെ കഴിഞ്ഞ് കാണ്ട് ഞാൻ ഓലക്കൊടിയൊക്കെ പിടിച്ച് കാണ്ട് പറഞ്ഞയച്ച ഞങ്ങളൊരു ഫസ്റ്റ് കണ്ടല്ലേ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നു. നഴ്സറിക്ക് പോയില്ല കേട്ടോ. മറ്റേ ലിനുമോളും ഇച്ചുമോളും പോയി കേട്ടോ. അപ്പോൾ രാവിലെ പൂള വെക്കാല പരിപാടിയാണ്. ഇന്നലെ പോന്നപ്പോൾ ലേസം പൂള വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇല്ലേ നമുക്കറിയാം, നമ്മളെ ഉമ്മമാരെ അടുക്കളയിൽ അന്തിക്ക് തന്നെ തുടങ്ങും എന്തായിരിക്കും രാവിലെ ഉണ്ടാക്കൽ എന്ന്. അപ്പോൾ അത് ആലോചിച്ച് കിടക്കണീൻ്റെ അടിയിലാണ് കേട്ടോ ലേസം പൂളല്ല കാര്യം എൻ്റെ ഓർമ്മയിൽപ്പെട്ടത്. മറ്റേ പച്ചരി എന്തെങ്കിലും വെള്ളത്തിലിട്ട് കാണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കലാണ് കേട്ടോ. ഇപ്പം പൊതുവേ മക്കളൊന്നും കഴിക്കാത്തതുകൊണ്ടേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം തലേന്ന് ഉണ്ടാക്കിയ മീൻ കറി ഉണ്ട്, മത്തി വാങ്ങിച്ചിരുന്നു കേട്ടോ. മത്തിക്കറി ഉണ്ട്, അത് മുളിട്ടാൽ നല്ല രസമാണല്ലേ. അപ്പോൾ ബാക്കി ഉണ്ടായപ്പോൾ ഞാനതാണ് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പൂള കൊടുക്കണമല്ലോ, അതൊന്നും ഇങ്ങോട്ട് വെച്ചുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെക്കും കേട്ടോ. നേരം വെളുക്കുമ്പോൾ അമ്മക്ക് കൂട്ടാലോ. ബാക്കിയുള്ളവരും ആരും കൂട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കൂട്ടൂലേ. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഫ്രിഡ്ജിക്കാണ് കയറ്റി വെക്കും, അത് ചൂടാക്കിയാണ്ട് അമ്മക്ക് തിന്നാലോ. അപ്പോൾ ഇതാക്കണ് പൂള നന്നായിട്ട് ചെത്തി മിനിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സ് കണ്ട് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് റിഷാറിന് കണ്ടപ്പോൾ ഒന്ന് ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ മക്കളെ. പെരുന്നാളും കല്യാണമൊന്നും ആയിട്ടൊന്നല്ല കേട്ടോ. പെരുന്നാളും കല്യാണം ആയാൽ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല, മക്കൾക്കൊക്കെ ഡ്രസ്സ് ഉണ്ടാവും. അതെന്താ വെച്ചാൽ പെൺകുട്ടികളില്ല പേരില്ലവർക്ക് അറിയാം. ഓല മേക്കപ്പും ഓല ഡ്രസ്സും ഇതൊക്കെ പാടെ വാങ്ങി കൂട്ടുമ്പോൾ ഇതിന് അമ്മക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. അവസാനം ഒരു മാക്സിമിൽ നമ്മൾ ഒതുക്കൂലേ. അപ്പോൾ ഈ കാക്കുവിൻ്റെ പണിയാണ് കേട്ടോ. മഞ്ചേരിക്ക് പോയപ്പോൾ ഇജൊരു ഡ്രസ്സ് എടുത്തളാന്ന് പറഞ്ഞാണ്ട്, കുട്ടികൾക്കൊന്നും എടുക്കണ്ട ഇജ്ജ് എടുത്തളാന്ന്. അപ്പോൾ നോക്കിയില്ല, 2 ഡ്രസ്സാണ് എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. ഇന്നലത്തെ ഷോർട്സിലെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്കും അങ്ങനത്തെ ഓറഞ്ച് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഡ്രസ്സ് എടുക്കണം കേട്ടോ. എടുക്കായി അല്ല, ഈ മക്കൾക്കൊക്കെ എടുക്കുമ്പോഴത്തേന് നമ്മൾ ബാക്കിക്കാവും. അപ്പോൾ അതിന് മാക്സിമലൊക്കെ ഒതുക്കലാണ് കേട്ടോ. അപ്പോൾ പൂള തൊലിച്ചുകാണ്ട് വേഗം തീമത്തൊക്കെ ഇട്ടെ രാവിലെ തന്നെ ഇമ്മാനെ നീ കുളിപ്പിക്കാനുള്ള പരിപാടി എന്തെങ്കിലും നോക്കണം കേട്ടോ. ഉമ്മാനെ കൊണ്ടുപോകാൻ ബാത്റൂമൊക്കെ ഒന്നും കഴിയൂല. അപ്പം ഞാൻ എന്താ കാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്നിപ്പോൾ എല്ലാവരും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് കാട്ടുന്നോ, ഓലയും കൊണ്ടുപോയിക്കാണ്ട്
കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ. മറ്റേ ഒറ്റയ്ക്ക് നമുക്ക് താങ്ങി പിടിച്ചാൻ കഴിയില്ലല്ലോ. ഇന്നിപ്പോൾ ഷെയ്മോളും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 2-3 ദിവസമൊക്കെ കഴിച്ചുമ്പോൾ നമുക്കൊന്ന് കുളിപ്പിച്ചാൽ ഞാൻ ഒരു ഇടങ്ങേറല്ലേ. മറ്റേ ഞാൻ വൈൽസോ അതുകൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാക്കു ഞാനും താങ്ങി പിടിച്ച് കൊണ്ടേക്കാണ്ട് അങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവരലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാനെന്താ ആരുമില്ല, മക്കളെ കൊണ്ട് കാക്കു പോയില്ലേ. അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്കെൻ്റെ പണി നോക്കാം. ഒരു വീഡിയോസ് എടുക്കലും അതുപോലെ നമ്മൾ ലേഹ്യം പാക്കിങ് കാര്യങ്ങൾ കുറച്ച് എഴുതാനും ഉണ്ട് കേട്ടോ. കൊറിയർ അതിൻ്റെ മെഷീൻ ഇതുവരെ കിട്ടിയിട്ടില്ല മക്കളെ. അപ്പോൾ അതൊന്നും നോക്കാതിരുത്തിക്കാണ്ട് ഞാൻ എന്തായിട്ടിന്നോ കസാല ഉണ്ടാവുമല്ലോ അയക്കാണ്ട് ഇരുത്തി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നീക്കി കൊണ്ടേക്കാണ്ട് ബാത്റൂമിൽ കൊണ്ടേക്കാണ്ട് അവിടെ ഇരുത്തിക്കാണ്ടാണ് കുളിപ്പിച്ചു. എന്നിട്ട് ആ കസാല അതേപോലെ തിരിച്ച് കൊടുത്തുകാണ്ട് മെല്ലെ കട്ടനാണ് കയറ്റിക്കുക. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അത് ആരും ഇല്ലാത്തവർക്ക് നമുക്ക് പഠിച്ചുകൊണ്ടാവും പറഞ്ഞ പോലെ അല്ലേ. അപ്പോൾ ആരും ഇല്ലാത്തവരൊക്കെ അങ്ങനെ പരീക്ഷിച്ചോളൂ കേട്ടോ. ആരുമില്ല, അമ്മാനെ നോക്കാൻ ആരുമില്ല, ആരും ഒപ്പം കൂടാല്ല. കുളിപ്പിച്ചാത്ത അതുകൊണ്ടാണ്, ഉമ്മാനെ കൊണ്ടുവരാത്ത അതുകൊണ്ടാണ്, പാപ്പാനെ കൊണ്ടുവരാത്ത അതുകൊണ്ടാണ്, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നമുക്ക് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയണത് അത് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാടാണ്, ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. വന്ന് പോവാനും നോക്കി പോവാനൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മളെ പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കണം. ഓരോരുത്തരും എന്നോട് പറയും ഋഷക്ക് നല്ല ക്ഷമയാണ്, ഋഷ അമ്മാനെയും കുട്ടികളെയും ലേഹ്യവും എല്ലാം സെയിൽ ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെ ഇതൊക്കെ കഴിച്ചണ് പറയും. അപ്പം നമുക്ക് നാങ്ങുണ്ടാവുമ്പോൾ നമുക്ക് കുഴക്കൊക്കെ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണാരം മടിയാരം എല്ലാം ഉണ്ടാവും അല്ലേ. നമ്മൾ കുടുംബത്തിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ. ആരും ഇല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക തരം ഊർജ്ജമായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇനി അവിടെ നോക്കിയേ, ഇനി നമ്മളെ ലേഹ റൂമൊക്കെ വൃത്തിയാക്കാനുണ്ട്. ലേഹം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയണമല്ലേ. അവിടെ കാകെ വൃത്തിയേടായി കിടക്കായിരിക്കും. പാക്കിങ്ങിനൊക്കെ 2 ആൾക്കാർ വരും കേട്ടോ. അതേപോലെ ലേഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ ആളുകളുണ്ട് കേട്ടോ. മറ്റേ അയിമെന്നൊക്കെ ഞാനങ്ങോട്ട് മാറി നിന്നു കേട്ടോ. ഏകദേശം 3-4 ആളുകൾക്ക് ഞാനിപ്പോൾ സാലറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെറിച്ചനുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് കൂടാത്ത നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ലാഭത്തിൽ നിന്ന് ലേസെടുത്തുകാണ്ട് അങ്ങനെ ആരെങ്കിലും നിർത്തിക്കാണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല മക്കളെ. ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പാക്കിങ് കാര്യങ്ങൾ ഞാൻ ചെയ്യലുണ്ട്. ഒന്നാമത് ഉമ്മ അപ്പോൾ സുഖമില്ലാതെ കിടക്കണോണ്ട് ആരെങ്കിലും ആയിട്ട് വരും. അപ്പോൾ നമ്മളെ വീട് ഭയങ്കര ലേഹത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതങ്ങോട്ട് പെട്ടെന്നാണ് റെഡിയാക്കി കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ അതാക്കണ ആ നേരം കൊണ്ട് നമ്മളെ പൂളിയും വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ലേസം ആ മീൻ കറി ഉണ്ടല്ലോ ഇന്നലത്തെ, അതിങ്ങനെ കൂട്ടിക്കാണ്ട് തിന്നാൻ ഭയങ്കര രസമാട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കി തിന്നണല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാൽ ചായ തന്നെയാണ്, ഇത്തിരി പവറിൽ ഉണ്ടാക്കും കേട്ടോ. ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പോൾ ലേഹ്യം കാര്യങ്ങളൊക്കെ സെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ ചിലവ് കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ തടി വെച്ചിന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ എൻ്റെ മക്കൾ ഉപയോഗിച്ച ശേഷമേ പുറത്തേക്ക് വിടുള്ളൂ കേട്ടോ. നമുക്കത് കുഴപ്പമില്ല എന്ന് തോന്നിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ. അല്ലാതെ നമ്മൾ വെറുതെ കുത്തിക്കലക്കി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് റിവ്യൂകളുണ്ട് ലേഹത്തിൻ്റെ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി ചോന്ത് തുടുത്ത് നിൽക്കണുണ്ടില്ല, നല്ല ചുരുക്കില കാണാൻ, ഇത്തിരി കാശ്മീരി പൊടി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ, എരുണ്ടാവില്ല, മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, ഉൽക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂളയൊക്കെ ഉണ്ടാക്കണത്. രാവിലെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇവിടെ വല്ലാതെ പൂളയൊന്നും ഉണ്ടാക്കലില്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൂട്ടല, ഒന്നാമത് തിരക്കായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ ലേഹ്യം കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അധികമായി അമൃതും വിഷം പറഞ്ഞ പോലെ ഇപ്പോൾ കഴിക്കലില്ല കേട്ടോ. ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ടൊക്കെ പറയുന്നത് ഋഷ ഇനി കഴിക്കരുത് അറിയലുണ്ട്. ഇപ്പോൾ കഴിക്കലില്ല, ആദ്യമൊക്കെ കഴിച്ചിരുന്നു. നമ്മളെ വൈറ്റ് ഡിസ്ചാർജ് ഞാൻ ആ ഉണങ്ങിക്കാണ്ട് കറുത്ത് ചേലൊക്കെ പോയി ഒരു ജാതി കോലല്ലായിരുന്നു. ഒന്നാമത് എന്താണെന്നോ വൈറ്റ് ഡിസ്ചാർജ് കാര്യങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. എൻ്റെ മൂത്തച്ചിയാളൊക്കെ തിന്നു കേട്ടോ. ഇന്നങ്ങനെ പറയുക ഋഷ നല്ലോണം കഴിക്കും പക്ഷെ മേത്ത് പിടിച്ചൂല അറിയും. അതെന്തുകൊണ്ടാണ്, നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തിന്നാലും തടിമ പിടിച്ചൂല. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ വന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ തടി നന്നായത് കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളിട്ടോ. പുതിയ ലേണ്ട്